നമസ്കാരം. മൈസൂരു ബംഗളൂരു ദേശീയപാതയിലെ ബിഡദിയിലുണ്ടായ കെഎസ്ആർടിസി ബസ് അപകടത്തിനും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മരണത്തിനും കാരണം കൊള്ള സംഘങ്ങളുടെ മുട്ടയേറാണെന്ന സംശയം ശക്തമാകുന്നു. ഓഗസ്റ്റ് 8-ന് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഡീലക്സ് ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവറും കണ്ടക്ടറും മരണപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ ഇപ്പോഴും കർണാടകയിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഈ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് സംഭവത്തിൽ സമഗ്രമായ ഫോറൻസിക് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി CP ജോൺ കർണാടക സർക്കാരിന് കത്ത് നൽകുകയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. KSRTCയും സംഭവത്തിൽ കർണാടക പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. ആദ്യ അപകടം നടന്ന ആവറഗെരെ റെയിൽവേ മേൽപ്പാലത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെ വെച്ച് ബുധനാഴ്ച രാത്രി 9:10 കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന മറ്റൊരു സൂപ്പർ ഡീലക്സ് ബസിന് നേരെ ആക്രമണമുണ്ടായതാണ് സംശയം ബലപ്പെടുത്തിയത്. ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിലെ ബിഡദിയിൽ വെച്ച് സർവീസ് റോഡിൽ നിന്നും 2 ബൈക്കുകളായി എത്തിയ 5-അംഗ സംഘം ബസിന്റെ മുൻ ഗ്ലാസിലേക്ക് മുട്ടയെറിയുകയായിരുന്നു. മുട്ട വീഴുമ്പോൾ വൈപ്പർ ഉപയോഗിച്ചാൽ അതിലെ പ്രോട്ടീൻ ഗ്ലാസ്സിലാകെ പടർന്ന് കാഴ്ച പൂർണ്ണമായും മറയുകയും ബസിന്റെ കാഴ്ച മറിഞ്ഞ് അപകടമുണ്ടാക്കിയ ശേഷം കവർച്ച നടത്തുകയുമാണ് ഇത്തരം സംഘങ്ങളുടെ രീതിയെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഡ്രൈവറുടെ കാഴ്ച മറിച്ച് അട്ടിമറിക്ക് ശ്രമിച്ചെന്ന കവർച്ചാ തന്ത്രം തിരിച്ചറിഞ്ഞ ഡ്രൈവർ കാസർഗോഡ് വെള്ളിക്കോത്ത് സ്വദേശി വി സുരേഷ് വൈപ്പർ ഉപയോഗിക്കാതെ സമയോചിതമായി 1.5 കിലോമീറ്ററോളം മുന്നോട്ട് ഓടിച്ച് ബസ് സുരക്ഷിതമായി വെളിച്ചമുള്ള സ്ഥലത്ത് നിർത്തുകയായിരുന്നു. ഇതുകൊണ്ട് അക്രമി സംഘം രക്ഷപ്പെടുകയും തുടർന്ന് ഗ്ലാസ് വൃത്തിയാക്കിയ ശേഷം ബസ് യാത്ര തുടരുകയും ചെയ്തു. ബംഗളൂരു മൈസൂരു പാതയിലും മാനന്തവാടി സുൽത്താൻ ബത്തേരി പാതകളിലും വാഹനങ്ങൾക്ക് നേരെ വ്യാജ അപകടങ്ങൾ ഉണ്ടാക്കിയും മുട്ടയെറിഞ്ഞും കൊള്ളയടിക്കുന്ന സംഘങ്ങൾ സജീവമാണെന്ന പരാതി നേരത്തെ തന്നെ പല മലയാളി യാത്രക്കാരും ഉയർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ അപകടത്തിന് പിന്നിലും ഇത്തരം കൊള്ളക്കാരുടെ അട്ടിമറി ശ്രമങ്ങളാണോ എന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരും KSRTCയും കർണാടകയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബിഡദയിലുണ്ടായ അപകടം അത് KSRTC ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നും അമിത വേഗതയായിരുന്നു കാരണമെന്നും തുടർച്ചയായ ഷിഫ്റ്റുകൾ കൊണ്ടാണ് ഈ KSRTC ഡ്രൈവർക്ക് ക്ഷീണമുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാദങ്ങൾ വന്നിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഹൈവേ കൊള്ള സംഘങ്ങളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി നടന്ന എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളാണോ ഈ അപകടത്തിന് കാരണമായതെന്നും ബസ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സാഹചര്യം ഉണ്ടായതെന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ബംഗളൂരു മൈസൂരു പാതയിലും മാനന്തവാടി സുൽത്താൻ ബത്തേരി പാതകളിലും വാഹനങ്ങൾക്ക് നേരെ വ്യാജ അപകടങ്ങൾ ഉണ്ടാക്കിയൊക്കെ വലിയ രീതിയിൽ ഹൈവേ കൊള്ള സംഘങ്ങളൊക്കെ ആക്രമണങ്ങൾ നടത്തുന്ന രീതികൾ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഒരു ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ബിഡദിയിലെ അപകടം അത് കൂടുതൽ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയായിരുന്നോ ശ്രമം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, ഏതെങ്കിലും ഒരു ബസ് എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടാകും. ഒരു ബസ് അപകടത്തിൽ വലിയൊരു അപകടം സംഭവിച്ചാൽ ഒരുപാട് പേരുടെ ജീവഹാനി അടക്കം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാണെങ്കിലും ഒന്നിലധികമാണെങ്കിലും ഒക്കെ തുല്യമായ വിഷമവും അനാസ്ഥയുമാണ്. ആ സാഹചര്യത്തിൽ എന്തായാലും ഉയരുന്ന ഇത്തരം ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഹൈവേ സെക്യൂരിറ്റി അത് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും സാധിക്കണം.